രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 2-ാം അധ്യായം 19-ാമത്തെ വചനം. അനന്തരം ആ പട്ടണക്കാർ എലീശയോട്, ഈ പട്ടണത്തിന്റെ ഇരിപ്പ് മനോഹരമായ യജമാനൻ കാണുന്നുവല്ലോ, എന്നാൽ വെള്ളം ചീത്തയും ദേശം ഗർഭനാശവുമാകുന്നു എന്ന് പറഞ്ഞു. അതിനവൻ ഒരു പുതിയ തളിക കൊണ്ടുവന്ന് അതിൽ ഉപ്പ് ഇടുവീനെന്ന് പറഞ്ഞു. അവർ അത് അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ നീരുറവിന്റെ അടുക്കൽ ചെന്ന് അതിൽ ഉപ്പിട്ടു. ഞാൻ ഈ വെള്ളം പഥ്യമാക്കിയിരിക്കുന്നു, ഇനി ഇതിനാൽ മരണവും ഗർഭനാശവും ഉണ്ടാകുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു പറഞ്ഞു. എലീശ പറഞ്ഞതുപോലെ ആ വെള്ളം ഇന്ന് വരെ പഥ്യമായി തന്നെ ഇരിക്കുന്നു. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട് നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. ഗ്ലോറി. ഒരു പട്ടണം മുഴുവൻ ഒരു പ്രവാചകന്റെ അടുക്കൽ വന്നിരിക്കുക. പട്ടണത്തിന്റെ ഇരിപ്പ് മനോഹരമാണ്, പക്ഷേ വെള്ളം കൊള്ളത്തില്ല. പ്രവാചകനോട് തളികയിൽ ഉപ്പെടുത്ത് എല്ലാ വീട്ടിൽ നിന്നും ഓരോരുത്തരും വരണം. എല്ലാവരും വരുമ്പോൾ ഒരു ചെറിയ പാത്രം കൊണ്ടുവരണം. എല്ലാവർക്കും ഈ ഉപ്പയിൽ ഇച്ചിരി ഈ കല്യാണത്തിന് ഇലയ്ക്കകത്ത് ഉപ്പ് ആദ്യം വിളമ്പുന്ന പോലെ ഇച്ചിരി ഓരോന്നുള്ള തരും. എല്ലാവരും കൊണ്ട് അവരവരുടെ കിണറ്റിലിടണമെന്ന് പറഞ്ഞില്ല. പറഞ്ഞോ ഇല്ല. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. ഈ ഭൂമിയെ ദൈവം ഉണ്ടാക്കിയപ്പം വെള്ളത്തിൽ നിന്ന് ആ ഭൂമി രൂപാന്തരപ്പെട്ടു വരുന്നത് ശ്രദ്ധിക്കണം. ഈ ഭൂമിക്കടിയിലെല്ലാം വെള്ളം പോകുന്ന റൂട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ കിണർ കുത്താൻ നേരത്ത് സ്തോത്രം പ്രാർത്ഥിക്കുന്നവരെ വിളിച്ചിട്ട് ചോദിക്കും, എവിടെ കിണർ കുത്തണം? അവർ പറയും, ഇവിടെ കുത്തിക്കോ, ഇവിടെ വെള്ളം കിട്ടും. അവിടെ ഒരു 99% വെള്ളം ഉണ്ട്. എന്നാൽ ചിലയിടത്ത് കുത്തിയാൽ എന്തോ കാണത്തില്ല, വെള്ളം. അതെന്താ? ഈ ഭൂമിയിലും വെള്ളം പോകുന്ന റൂട്ടുണ്ട് അടിയിൽ കൂടെ. ഓരോ ഉറവയിലെ പ്രവാചകൻ ഉപ്പിട്ടുള്ളൂ. പക്ഷെ ആ പട്ടണത്തിൽ എവിടെല്ലാം ഉറവയുണ്ടോ അവിടുത്തെ മുഴുവൻ അവസ്ഥയെ ഈ ഉപ്പ് വലിച്ചെടുക്കും. ഒരാമയും പറഞ്ഞു തുടങ്ങണം. അങ്ങനെങ്കിലും ഒരു വെളിപ്പാടുണ്ട്. ഇന്ന് നിന്റെ വീട്ടിൽ മാത്രമല്ല, എവിടെല്ലാം ആ വിടുതൽ വേണോ കൃപ വ്യാപരിക്കട്ടെ, കൃപ വ്യാപരിക്കട്ടെ യേശുവിന്റെ നാമത്തില്. അസാധാരണമായി എന്തോ നടക്കാൻ പോവുക. അത് നിന്റെ സന്തതികളിലേക്ക് വരട്ടെ. ആ വിടുതല് ചിലതൊക്കെ പഥ്യമാക്കി തരാൻ പോവുക. ഹല്ലേലൂയ. കൃപ പ്രാപിച്ചവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇന്നെന്തോ ദൈവാത്മാവ് എന്നോട് പറയാ, അരുതാത്തതെല്ലാം നിന്നിൽ നിന്ന് വലിച്ചെടുക്കാൻ പോവാ. വേണ്ട എന്ന് പറഞ്ഞതെല്ലാം നിന്നിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഒപ്പിയെടുക്കാൻ പോവുക.